ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലൈൻ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അഥവാ അഭിന്നക ഗുണം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഒരു സ്കൂളിൽ എക്സാം എഴുതാൻ പോയ സമയത്ത് HSC എക്സാം ഉണ്ട്. അപ്പോൾ അത് എഴുതാൻ പോയ സമയത്ത് ഒരുപാട് മക്കൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുപാട് മക്കൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, സാറേ ക്ലാസ്സുകളൊക്കെ കാണാനായിട്ട് സന്തോഷമാണ്, നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞു പരീക്ഷ മാത്സ് ഒക്കെ ടഫാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 1 മുതൽ 10 വരെ പഠിക്കുന്നതിൽ ഏറ്റവും ടഫായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 9ാം ക്ലാസ് ആണ്. അപ്പോൾ അതിൻ്റേതായ ടഫ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്. മാത്സ് നമ്മൾ എന്ത് വില കൊടുത്തും ഫുൾ A+ ഫുൾ മാർക്കൊക്കെ വാങ്ങും കേട്ടോ. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ലൈവ് ഒന്ന് കാണുക. ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലൈവ് നിങ്ങൾക്ക് ഇനി ഒരു അടിപൊളിയായിട്ട് വരാനുണ്ട്. അതൊരു കാരണവശാൽ നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾ എന്നാണോ കാണുന്നത്, കാരണം ഇപ്പോൾ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് സെർച്ച് ചെയ്യുക, സൈലന്റ് അടിച്ചാൽ മതി. ഇങ്ങനെ പ്രൊഫസർ മാത്സ് ക്ലാസ് എന്നൊക്കെ അടിച്ചാലൊക്കെ വരും കേട്ടോ എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. സോ മക്കളെ, ഞാൻ നേരെ കിടക്കുകയാണ്, ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്. അപ്പോൾ ഈ കാണുന്ന രീതിയിലൊരു ചോദ്യം വന്നാൽ ചോദ്യം ഇങ്ങനെയാണ്: ഈ കാണുന്ന സൈഡുകളുടെ നീളം എത്ര? 2 സമചതുരങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. മക്കളെ, ഒരു പരപ്പളവ് കിട്ടിക്കഴിഞ്ഞാൽ, അതിൽ നിന്നും ആ സ്ക്വയറിൻ്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ സ്ക്വയറിൻ്റെ സൈഡ് കാണാൻ ഒരു പണിയില്ല. ആ നമ്പറിന് റൂട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, എത്രയാണോ നമ്പർ അതിൻ്റെ റൂട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 12 ആണെങ്കിൽ അതിന് റൂട്ട് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു സൈഡായി. കാരണം ഒരു സൈഡ് ഇൻറ്റു ഒരു സൈഡാണ് അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ റൂട്ടും സ്ക്വയറും കട്ട് ചെയ്ത് പോകും. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ റൂട്ട് 27. നമ്മൾ ചോദിച്ച ചോദ്യം എന്താ? ഈ കാണുന്ന നീളം എത്ര എന്നാ? അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി. അപ്പം റൂട്ട് 27 പ്ലസ് റൂട്ട് 12. ഒന്നും അറിയാത്ത കുട്ടിയാണ് ഇവിടം വരെ എഴുതിയാൽ അത്യാവശ്യം മാർക്ക് കിട്ടും. ഓക്കെ, ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 മാർക്ക് വരെ നിങ്ങൾക്ക് ഇവിടം വരെ എഴുതിയാൽ കിട്ടും. എന്നാൽ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ റൂട്ട് 27 നമുക്കറിയാം, 27 നമുക്ക് 9 × 3 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതാനുള്ള റീസൺ? കാരണം 9 എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അഥവാ പൂർണ്ണസംഖ്യയാണ്. അപ്പോൾ റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 ആണ്. റൂട്ട് 3 നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനെ തന്നെ എഴുതാം. സോ ഇതിന് ആൻസർ 3√3 എന്ന് എഴുതാം. റൂട്ട് 27 നമുക്ക് 3√3 എന്ന് എഴുതാം. ഓക്കെ, ഇതേപോലെ റൂട്ട് 12 റൂട്ട് 12 നമുക്ക് 4 × 3 എന്ന് എഴുതാം. കാരണം റൂട്ട് 4 എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ്, ഒരു പൂർണ്ണവർഗ സംഖ്യ. ഏതിൻ്റെ? 2ൻ്റെ. സോ റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്, റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 ആണ്. അതാണ് ഇവിടെ എഴുതി. റൂട്ട് 3 നമുക്ക് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇവിടെ എഴുതി. റൂട്ട് 3 നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതിനെ 2√3 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ 3√3 + 2√3. അപ്പോൾ നമുക്കറിയാം 3 മാങ്ങയും 2 മാങ്ങയും കൂട്ടിയാൽ എത്ര കിട്ടും? 5 മാങ്ങ കിട്ടും. സോ 5√3 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. റൂട്ട് 3ൻ്റെ വില നിങ്ങൾക്കറിയാം 5.173. ഇനി വേണമെങ്കിൽ 2 കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ആൻസർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അത്ര കഴിഞ്ഞാൽ ഈസി ആയിട്ട് സെൻറ്റിമീറ്റർ വരെ കൃത്യമായിട്ട് കിട്ടും. സോ ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ ടഫുള്ള ചോദ്യമാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്ര അടിപൊളിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളും ആ ടഫുള്ള ചോദ്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ചോദ്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ലൈവിലേക്ക് വരാൻ പറയുന്നത്. പിന്നെ സൈലത്തിൻ്റെ നിഞ്ച ബാച്ച് നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ ഓഫർ ഉണ്ട് കേട്ടോ. 10% ഓഫറാണ്. ഒരു കാരണവശാലും നിങ്ങളിത് മിസ് ചെയ്യരുത്. എല്ലാവരും മാക്സിമം ബാച്ചിൽ ജോയിൻ ചെയ്യാം. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇനി ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ ആട്ടോ ഇവിടെ കണ്ടത്. ഇനി ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് എന്നാണ് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ചടപ്പല്ലേ? തെളിയിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മക്കളെ? പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് x + y × x - y എന്ന ഫോർമാറ്റിലാണ്. അങ്ങനെ x + y × x - y പറഞ്ഞാൽ അത് x² - y² ആണ് അല്ലേ? x + y × x - y പറഞ്ഞാൽ x² - y². അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് റൂട്ട് 2 അതിൻ്റെ സ്ക്വയർ, മൈനസ് വൈൻ്റെ സ്ഥാനത്ത് 1 അതിൻ്റെ സ്ക്വയർ. റൂട്ട് 2ൻ്റെ സ്ക്വയറും റൂട്ടും വെട്ടിപ്പോവും. സോ 2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ആൻസറായി. ഇതാണ് നിങ്ങളോട് ആദ്യം തന്നെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഇത് തെളിയിക്കാനാണ് ആദ്യം തന്നെ പറഞ്ഞത്. വളരെ സിമ്പിളാണ്. ഓക്കെ, സോ രണ്ടാമത്തെ കാര്യം എന്താ? യൂസിങ് ദിസ്, ഈ കാണുന്നതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. മക്കളെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ. എക്സും വൈയും ഗുണിച്ചാൽ z കിട്ടുമെങ്കിൽ, ഫോർ എക്സാമ്പിൾ 6ഉം 5ഉം ഗുണിച്ചാൽ 30 കിട്ടുമെങ്കിൽ, എക്സിനെ നമുക്ക് വേണമെങ്കിൽ z/y എന്ന് എഴുതാം. അതായത് 6നെ വേണമെങ്കിൽ നമുക്ക് 30/5 എന്ന് എഴുതാം. ഇനി വേണ്ട വൈനെ വേണമെങ്കിൽ നിങ്ങൾക്ക് z/x എന്ന് എഴുതാം. അതായത് 5നെ വേണമെങ്കിൽ നിങ്ങൾക്ക് 30/6 എന്ന് എഴുതാം. ഈ ഒരു ഐഡിയ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന മുഴുവൻ ടേമിനെയും ഞാൻ x ആയിട്ടും ഈ കാണുന്ന മുഴുവൻ ടേമിനെയും y ആയിട്ടും കൂട്ടി എന്ന് വിചാരിച്ചോ. ഇത് z ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് 1/y ആണ്. ഇത് y, ഇത് x, ഇത് y, ഇത് z. അപ്പോൾ z/y ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. z/y എന്ന് പറയുന്നതും x എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്.
അല്ലേ? നോക്കി നോക്കൂ, z ഡിവൈഡ് ബൈ y എന്ന് പറയുന്നതും x എന്ന് പറയുന്നത് സെയിം ആണ്. അതായത് 1/√2 - 1 ഈക്വൽ ടു √2 + 1. അതായത് ഇത് കണ്ടുപിടിക്കണം എന്നില്ല, പകരം ഇത് കണ്ടുപിടിച്ചാൽ മതി. ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം. √2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.414 + 1. സോ 2.41 ആണ് ഇതിൻ്റെ ആൻസർ. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്ക്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാമല്ലോ. 1/√2 + 1. അതായത് ഇത് x, ഇത് y, ഇത് z. അപ്പോൾ നമുക്ക് z/√2 + 1. അതായത് z/x ആണ്. z/x ആണ് എന്താ? y ആണ്. അതാണ് അവിടെ എഴുതി കാണിച്ചു തന്നെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം 1/√2 - 1 എന്ന് +1 എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ടു √2 - 1 ആണ്. സോ √2 എന്നാൽ 1.41 - 1, അത് 0.4. ഇതൊക്കെ A+ ലെവലല്ല, ഫുൾ മാർക്ക് ലെവൽ ക്വസ്റ്റ്യനാണ്. കാരണം എല്ലാ കുട്ടികൾക്കും ഇത് പഠിക്കാൻ പറ്റൂല, മനസ്സിലാക്കാൻ പറ്റൂല. ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അല്ലേ, നിങ്ങൾക്കും പവർ ഉണ്ട്, എനിക്കും പവർ ഉണ്ട് അല്ലേ? സത്യം പറ അല്ലേ? രണ്ടാൾക്കും ഇല്ലേ? എന്നാലല്ലേ നിങ്ങൾക്ക് പവർ ഉണ്ടായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിക്ക് പവർ ഉണ്ടായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. സോ ഇതേപോലെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും സൈലത്തിൻ്റെ നിഞ്ച ബാച്ചിലും യൂട്യൂബ് സൈലം ക്ലാസ് നിഞ്ച ബാച്ചിലൊക്കെ ഉണ്ട്. ക്ലാസ് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. സോ ഇതാണ് ഈ ക്വസ്റ്റ്യൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ √3 + 1 × √3 - 1 ഈക്വൽ ടു 2 എന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. 2 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്നിട്ട് 2/√3 + 1 2/√3 - 1 രണ്ടിൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക കേട്ടോ. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭീകര സൂപ്പർ. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇത് ശരിക്കും വളരെ രസകരമായുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ, മക്കളെ അറിയാത്ത ആളുകൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, ഒരു ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ എല്ലാ സൈഡും a ആണെങ്കിൽ അതിൻ്റെ ഏരിയ കാണാൻ ഒരു പണിയില്ല. √3a²/4 ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി ഏരിയ. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ ഇതാണ്, വളരെ സിമ്പിളാണ്. ഇനി അതിൻ്റെ ഹൈറ്റ് കാണാൻ പറഞ്ഞാൽ അത് √3a/2 ആണ്. √3a/2 ഹൈറ്റ് √3a/2. ശരിക്കും ഹാഫ് BH എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. സോ √3a × a √3a²/4 അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഒരു സമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാൻ പറഞ്ഞാൽ ഒരു സൈഡ് തന്നിട്ട് അതിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്. അതായത് ഫോർ ഈച്ച് ഓഫ് ദി ലെങ്ത് ബിലോ കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി ഈക്വലാറ്റർ ട്രയാങ്കിൾ വിത്ത് ആസ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്. അതായത് ഒരു സമഭുജ ത്രികോണത്തിൻ്റെ 3 സമഭുജ ത്രികോണങ്ങളുണ്ട്. ഓരോന്നിൻ്റെ സൈഡ് അവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ആദ്യത്തെ സൈഡ് 10, രണ്ടാമത്തെ 5, മൂന്നാമത്തെ √3. സോ ഈ ഓരോന്നിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 10 ആണെങ്കിൽ അതിൻ്റെ ഏരിയ എത്ര? √3a²/4. അപ്പോൾ √3 × a² എന്ന് പറഞ്ഞാൽ 10²/4. അതായത് 10² എന്നാൽ 100, 100√3/4. 100 4 × 25. സോ ഇതിൻ്റെ ആൻസർ 25√3 cm². സിമ്പിൾ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന നോക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ a = √3. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3a²/4. സോ √3 × a² എന്ന് പറഞ്ഞാൽ 3/4. സോ ദ ആൻസർ ഈസ് 3√3/4 cm². എത്ര പെട്ടെന്നല്ലേ നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഡിഫറൻറ്റ് ചോദ്യങ്ങൾ പഠിച്ചാൽ മതി. പ്രിയപ്പെട്ട മക്കളെ, കൂടുതൽ ഉപകാരപ്രദമായ ചോദ്യങ്ങൾ വേണ്ട നമുക്ക് വീണ്ടും വരണം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ളൊരു കമൻറ്റ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനോട് എന്താണ് തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ പേര് ഷാഹിദ് റംസാൻ എന്നാണ് കേട്ടോ. അറിയാത്ത കുട്ടികൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഷാഹിദ് റംസാൻ ആണ്, മാത്തമാറ്റിക്സ് ഫാക്കൽറ്റി ആണ്. നമുക്ക് അടിപൊളിയാക്കണം. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ പ്രസാദ്. ബൈ.